നമസ്കാരം. എൻ്റെ പേര് ശ്രീജാദേവി. ഞാൻ വരുന്നത് വട്ടിയൂർക്കാവിൽ നിന്നാണ്. ഞാനിവിടെ കൺസീവ് ആയിട്ടാണ് ആറ്റുവൽ ദേവി ഹോസ്പിറ്റലിൽ വരുന്നത്. സാം ഡോക്ടറിനെയാണ് ഫസ്റ്റ് കാണിച്ചത്. എനിക്ക് ഇത് 12 വർഷം കഴിഞ്ഞ് കിട്ടിയ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ഫുള്ള് നടത്തിയത്. ഏകദേശം 7ാം മാസം വരെ എല്ലാം നോർമലായിരുന്നു. 7ാം മന്തിലെ ഗ്രോത്ത് സ്കാനിന് ഒരു കുഞ്ഞിന് ചെറിയൊരു ബ്ലഡ് ഫ്ലോ കുറവായിരുന്നു. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി എടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ 7ാം തീയതി ബേബിയെ ഡെലിവർ ചെയ്തു. ട്വിൻസ് ഒരു കുഞ്ഞ് പോയായിരുന്നു, പക്ഷെ അത് ഇവിടെ വെച്ചല്ല, SITയിൽ ഇടയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു. അവിടെ വെച്ചാണ് ഒരു കുഞ്ഞിന് നഷ്ടമായത്. ഇവിടെ വന്ന് 7ാം തീയതി തന്നെ സന്ധ്യ ഡോക്ടറാണ് ഡെലിവറി എടുത്തത്. കൂടെ മായ ഡോക്ടറും ഉണ്ടായിരുന്നു. സി സെക്ഷൻ ചെയ്ത് എനിക്ക് മോനാണ് പിറന്നത് 7ാം തീയതി. മോൻ്റെ പേര് ത്രിലോക്. നേരെ അവിടെ നിന്ന് NICUയിലേക്കാണ് മാറ്റിയത്. ഇവിടുത്തെ NICU നല്ല NICU എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ NICUയുടെ ടീമും ഡോക്ടറായാലും ശരി, എൻ്റെ മോനെ അവരുടെ കുഞ്ഞിനെ പോലെയാണ് നോക്കിയത്. ഞാനിപ്പം വന്നിട്ട് ഏകദേശം 50 ദിവസങ്ങളിൽ കൂടുതലായി. എൻ്റെ മോന് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് അമ്മയാവുന്നത്. അപ്പം അത് ആ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കുന്ന കാര്യങ്ങളായ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും പറഞ്ഞു തന്നിരുന്നു. നല്ല കോപ്പറേറ്റീവ്, നല്ല ഫെസിലിറ്റിയും ആണ് ഇവിടെ ഉള്ളത്. ഷിബ്ലി സാറ്, ലാവണ്യ മാഡം എല്ലാവരും നല്ല സഹകരണമുള്ള ഡോക്ടേഴ്സാണ്. അതായത് കുഞ്ഞിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നമുക്ക് ഓരോ ദിവസവും പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇവിടുത്തെ NICUയിലെ നേഴ്സസ് എല്ലാം ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർ റീച്ചബിൾ ആണ്. എല്ലാം നല്ലതുപോലെ പറഞ്ഞു തരും. കുഞ്ഞിനെ എങ്ങനെ പാല് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും. അവിടുത്തെ എക്യുപ്മെന്റ്സ് ആയാലും ഫുൾ മോണിറ്റർ ആണ്. കുഞ്ഞ് ഒന്ന് അനങ്ങിയ പോലും അവർ പെട്ടെന്ന് നോക്കും. ഞാൻ ഇവിടെ KMC അങ്ങനെ കുഞ്ഞിനെ പാല് കൊടുക്കാനൊക്കെ പോവും. അപ്പോൾ അവർ ഓരോ കുഞ്ഞിനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനമാണ്. നമ്മുടെ കുഞ്ഞൊരു നല്ല സുരക്ഷിതമായിട്ടുള്ള ആൾക്കാരുടെ ഇതിലാണ് ഉള്ളത്. ഇപ്പം എൻ്റെ മോന് 50 ദിവസത്തെ കൂടുതലായി. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നേക്കാണ്. അമ്മ എങ്ങനെ കെയർ ചെയ്യുന്നു, അതുവരെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും, മരുന്ന് കൊടുക്കുന്നതായാലും എന്ത് ഡൗട്ട് ഉണ്ടായാലും നമുക്ക് വിളിച്ച് ചോദിക്കാം. എൻ്റെ കുഞ്ഞ് CPAP കിടന്നിട്ടുണ്ട്. ഓക്സിജൻ ആദ്യമൊക്കെ ഓക്സിജന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് നമ്മളെ അറിയിക്കുകയും, പേടിക്കേണ്ട, നമുക്ക് ധൈര്യം തന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് 29 ആഴ്ചയിൽ അവൻ കുഞ്ഞ് ഒട്ടും അവന് വണ്ണം ഇല്ല, ഒരു 900 ഗ്രാമോളം ഉള്ളുമായിരുന്നു. ഇപ്പൊ അവൻ ഏകദേശം 400 ഗ്രാം ആയി. ഇപ്പോ അടുത്ത ആഴ്ച ഏകദേശം എൻ്റെ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ലതായിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നത്. ഷിബ്ലി ഡോക്ടർ നമ്മുടെ കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് ഓരോ ദിവസവും വിളിച്ച് പറയും. ഇന്നതാണ്, ഇന്നൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കുഞ്ഞിന് കൊടുക്കുന്നത്, ഇത്ര ദിവസം കഴിഞ്ഞ് വേറെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓരോന്നും നമുക്ക് ഓരോ കാര്യങ്ങളും വിളിച്ച് പറയും. നമുക്ക് അങ്ങോട്ട് ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവർ തന്നെ നമ്മളെ ഓർത്ത് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ ടെസ്റ്റ് ആയാലും ഹിയറിംഗ് ടെസ്റ്റ് ആയാലും എല്ലാം അവർ കറക്റ്റ് ഇതായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞൊരു നല്ല ഹെൽത്തി ബേബി ആയിട്ട് തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവും. ആറ്റുവൽ ദേവി ഹോസ്പിറ്റലിനും ആറ്റുവൽ ദേവി NICU ടീമിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി.